കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് BNS 144 അല്ലെങ്കിൽ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയെക്കുറിച്ചിട്ടാണ്. വിധി ഇങ്ങനെയാണ് പറയുന്നത്: When determining maintenance, courts must consider all sources of income of husband എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ചെലവിന് പൈസ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എത്ര തുക കൊടുക്കണം എന്ന് കോടതി തീരുമാനിക്കുന്നത് ഭർത്താവിൻ്റെ വരുമാനത്തിന് ബേസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഭർത്താവ് എന്ത് ചെയ്യണം? ഭർത്താവിൻ്റെ എല്ലാ സോഴ്സുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഏതെല്ലാം സോഴ്സുകളിൽ നിന്ന്, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അദ്ദേഹത്തിന് ലഭിക്കുന്ന പണത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കോടതിയിൽ പറഞ്ഞാൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മെയിൻ്റനൻസ് തുക കോടതി കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഭർത്താവിന് എത്ര രൂപ വരുമാനമുണ്ട് എന്ന് കോടതി തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അതിന് 2021 സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഭർത്താവിൻ്റെ അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു ഫോം ഫില്ല് ചെയ്ത് കോടതിയിൽ കൊടുക്കണം. കൂടാതെ മെയിൻ്റനൻസ് വേണമെന്ന് പറയുന്ന ഭാര്യയും എന്ത് തന്നെയാണ് ചെയ്യേണ്ടത്? ഭാര്യയുടെ അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഫോം കോടതിയിൽ ഫില്ല് ചെയ്യണം. ഇതിന് രണ്ടിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് എത്ര രൂപ ഭാര്യയ്ക്ക് കൊടുക്കണമെന്ന് കോടതി തീരുമാനിക്കുക. ഇനി ഈ പറയുന്ന മെയിൻ്റനൻസ് സോഴ്സുകൾ ഏതെങ്കിലും ഭാര്യയോ ഭർത്താവോ മറച്ചു വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെതിരെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കോടതിയെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് പ്രകാരം അതിൽ പറയുന്ന തെളിവ് മറച്ചു വെച്ചു എന്ന് പറയുന്നതിന് ബേസ് ചെയ്തുകൊണ്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുവാനും സാധിക്കും. ക്ലിയർ? സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.